പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ്. ആലപ്പുഴയുടെ രാഷ്ട്രീയ ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ എന്നത് മുന്നണി വക്താക്കളിലൂടെ നമ്മൾ പരിശോധിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലേക്ക്, ഈ പടക്കളം ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ അതിഥികളെ, നമ്മുടെ മുന്നണി വക്താക്കളെ പരിചയപ്പെടാം. ശ്രീ MP പ്രവീൺ, കോൺഗ്രസ് UDF, ശ്രീ വിമൽ രവീന്ദ്രൻ BJP NDA, ശ്രീ R രാഹുൽ CPIM LDF. രാഹുൽ, സിറ്റിംഗ് സീറ്റ് LDFനെ സംബന്ധിച്ച് LDFിൻ്റെ കയ്യിലാണ്. പക്ഷേ ഇത്തവണ KC വേണുഗോപാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന് മത്സരിക്കുമ്പോൾ ദേശീയ നേതാവ്, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് എന്ന ഒരു രാഷ്ട്രീയ പരിവേഷത്തോടെയാണ് വന്ന് മത്സരിക്കുന്നത്. അതിൻ്റെ ചില ലക്ഷണങ്ങളും ഇപ്പോൾ DK ശിവകുമാറിനെ പോലുള്ള നേതാക്കളൊക്കെ പ്രചരണത്തിന് KCക്ക് വേണ്ടി വരുന്നതൊക്കെ നമ്മൾ കാണുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച. അങ്ങനെ ഒരു ദേശീയ നേതാവ് എന്ന പരിവേഷം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഊർജ്ജസ്വലമാക്കുമ്പോൾ നിങ്ങൾക്കതൊരു വെല്ലുവിളിയാണോ? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ അഭിമാനത്തോടെ ആവേശത്തോടെയാണ് സഖാവ് ആരിഫിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം സഖാവ് ആരിഫ് MP ആയതിനു ശേഷം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തും പാർലമെൻറ്റിനകത്തും നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ആലപ്പുഴ പാർലമെൻറ്റിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ആരിഫ് വന്നതിന് ശേഷം ഈ 5 കൊല്ലക്കാലത്തിനിടയിൽ MP എന്ന നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആലപ്പുഴ ബൈപ്പാസാണ്. ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായത് 2021-ലാണ്. 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആലപ്പുഴ ബൈപ്പാസിൻ്റെ പണി ആരംഭിക്കുകയും അതിൻ്റെ പകുതിയോളം പൈസ സംസ്ഥാന ഗവൺമെൻറ് എടുക്കണമെന്ന് BJP കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പോൾ പകുതി പൈസ മാത്രമല്ല 199 കോടി രൂപ ബൈപ്പാസിന് വേണ്ടി കേരളത്തിലെ LDF ഗവൺമെൻറ് മാറ്റിവെച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 2019 വരെ അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമാകുമ്പോഴാണ് റെയിൽവേയുടെ 2 തടസ്സങ്ങളുണ്ടായത്. ആരിഫ് MP ആയതിനു ശേഷമാണ് ആ റെയിൽവേയുടെ തടസ്സം മാളികമുക്കിലും അതുപോലെ തന്നെ കുതിരപ്പന്തിയിലെയും 2 റെയിൽവേ മേൽപ്പാലങ്ങൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചത്, അതിനുള്ള അനുവാദം വാങ്ങിക്കൊടുത്തത്. 2021 ജനുവരി 28-ന് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു. അതാണ് ഒന്ന്. ബൈപ്പാസ് യാഥാർത്ഥ്യമായി. നേരത്തെ UDFിൻ്റെ സ്ഥാനാർത്ഥി വർഷങ്ങളോളം MP ആയിരുന്നു, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഈ സമയത്തൊക്കെ ബൈപ്പാസ് വരും എന്ന് പറഞ്ഞതല്ലാതെ ബൈപ്പാസ് വന്നിട്ടില്ല. അതാണൊന്ന്. മറ്റൊന്ന്, ആലപ്പുഴയുടെ തീരദേശ റെയിൽവേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആലപ്പുഴയുടെ തീരദേശ റെയിൽവേ. ഈ തീരദേശ റെയിൽവേയുടെ ഏറ്റവും വലിയ അവഗണനയാണ് കുറേ കാലങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും അതുപോലെ തന്നെ BJPയുടെ കാലത്തും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ആരിഫ് വന്നതിന് ശേഷം അതിൻ്റെ പുറകെ പോയി. ഇവിടെ പാത ഇരട്ടിപ്പിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആരിഫ് ഇപ്പോൾ മുൻകൈയെടുത്ത് പലതവണ റെയിൽവേ മന്ത്രിയെ പോയി കണ്ട് പലതവണ അതിനുവേണ്ടി സമരം ചെയ്ത് ട്രെയിനിൽ യാത്ര ചെയ്ത് പല പ്രതിഷേധങ്ങൾ നടത്തി. ഇപ്പോൾ 2660 കോടി രൂപ റെയിൽവേ ഇരട്ടിപ്പിക്കലിന് വേണ്ടി മാറ്റിവെച്ചു. അതുമാത്രമല്ല, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾ, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ 8.5 കോടി രൂപ മാറ്റിവെച്ചു. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക. കായംകുളം റെയിൽവേ സ്റ്റേഷൻ 8.5 കോടി രൂപ മാറ്റിവെച്ചു. ഇവിടെ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള മാരാരിക്കുള റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം, അതിൻ്റെ 2nd പ്ലാറ്റ്ഫോം പണി ഇപ്പോൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ അവിടെ മേൽപ്പാലം വരുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ റെയിൽവേ സ്റ്റേഷനുകളും റെയിൽവേയുടെ മേഖലയിലും നിരവധിയായ വികസന പ്രവർത്തനം നടത്തി. അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവന്നു. അതിന് പണം നീക്കിയിരുത്തുന്നതിന് LDF ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരിഫ് മുൻകൈയെടുത്ത് ഉപകരണങ്ങൾ ഉൾപ്പെടെ MP ഫണ്ടിൽ നിന്ന് വാങ്ങി. അതേപോലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എണ്ണിപ്പറയാൻ കഴിയുന്ന 1-2 കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രവീൺ, ഈ കാലയളവിൽ ഇപ്പോൾ രാഹുൽ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ 5 വർഷക്കാലം KC വേണുഗോപാലിൻ്റെ ഒരു ഇടവേളയുണ്ട്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വരികയാണ്. പക്ഷേ ആ 5 വർഷക്കാലത്തെ ഇടവേളയിൽ ആരിഫ് ഒരു MP എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ബന്ധം, അതിലൂടെ വീണ്ടും മത്സരിക്കുമ്പോൾ KC വേണുഗോപാൽ ഒരു ദേശീയ നേതാവായി വന്ന് മത്സരിച്ചാലും അവരെ അത് തെല്ലുമലട്ടുന്നില്ല എന്ന നിലയിലാണ് ആ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. മാത്രമല്ല, 2019-ൽ UDFന് ഏറ്റവും വലിയ വിജയം ഉണ്ടായപ്പോൾ പോലും LDFനൊപ്പം നിന്ന മണ്ഡലമാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിശ്വാസത്തിനും കാരണം. മറ്റൊന്നുകൂടി പറയാം. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടത്തിൽ ആലപ്പുഴയിൽ ആര് മത്സരിക്കും എന്നതിനെ സംബന്ധിച്ച്, വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്ക കോൺഗ്രസിനല്ല. അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും വന്നിരുന്നു. ഒടുവിൽ പല മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്ത് സിറ്റിംഗ് MPയെ മാറ്റുന്നു, മറ്റൊരാളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുവരുന്നു, KC ഇവിടെ കൊണ്ടുവരുന്നു, ഈ ജാതിമത ഇക്വേഷൻസ് സെറ്റിൽ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്താണ് KC വന്ന് ഈ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും LDFിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചത്. ഇല്ല, ഇത് ഇപ്പോൾ രാഹുൽ ഇവിടെ സൂചിപ്പിച്ച പല കാര്യങ്ങളും തുടങ്ങി വെച്ചത് പ്രിയങ്കരനായ KC വേണുഗോപാൽ 1ാം UPA സർക്കാരിൻ്റെ കാലത്തും 2ാം UPA സർക്കാരിൻ്റെ കാലത്തുമാണെന്നുള്ള കാര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ബൈപ്പാസ് LDFിൽ ആരിഫ് MP ആയി വന്നതിന് ശേഷമല്ല, ഇത് തുടങ്ങി വെച്ചതിൻ്റെ മുഴുവൻ
ക്രെഡിറ്റും സത്യത്തിൽ കെ.സി. വേണുഗോപാലാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബ്രാഞ്ച് ഇവിടെ തുടങ്ങണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടതും അതിന് തുക അനുവദിപ്പിച്ചതും അദ്ദേഹം സഹമന്ത്രിയായിരുന്ന കാലത്താണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ഇന്റേണൽ കാര്യങ്ങളാണ്. നമ്മുടെ ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് എത്രത്തോളം ഉയർന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ ആലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ കീഴിൽ മത്സരിക്കുമ്പോൾ കെ.സി. വേണുഗോപാലാണ് CPM-ന്റെ സ്ഥാനാർത്ഥികളടക്കം അദ്ദേഹത്തെ അടക്കം കൊണ്ടുപോയാണ് പ്രചരണം നടത്തുന്നത്. ആലപ്പുഴയിലേക്ക് കെ.സി. കടന്നു വരുമ്പോൾ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുപക്ഷം അടക്കമുള്ള പല നേതാക്കന്മാരും അന്താളിപ്പാണ്. ഒരു സീറ്റ് മാത്രം ആകപ്പാട് ഉണ്ടായിരുന്നു, അതും കൂടെ അണയാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കെ.സി. വേണുഗോപാൽ വിജയിക്കുമെന്ന കാര്യം ഞങ്ങളാരുമല്ല ആദ്യം പ്രഖ്യാപിച്ചത്. അത് കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്. ആലപ്പുഴയിൽ കെ.സി. വിജയിക്കുന്ന തരത്തിലുള്ള പ്രചരണം ആദ്യമായി തുടങ്ങിയത് പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആശയമില്ല. അദ്ദേഹം ഇവിടെ വന്ന കെ.സി. ഇവിടെ മത്സരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ അന്താളിപ്പന്തിനാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആദ്യത്തെ പത്രസമ്മേളനത്തിൽ കെ.സി. സ്ഥാനാർത്ഥിയായപ്പോൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ എന്ന് എനിക്കറിയില്ല. കെ.സി. ജയിക്കുമെന്നല്ല, ജയിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് കേരളത്തിലെ LDF തന്നെയാണ്. എന്തിനാണ് ഞാൻ സൂചിപ്പിക്കട്ടെ, എത്രയും ഭയപ്പാട് എന്തിനാണ്? ദേശീയ നേതാവ് നിലയിൽ അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ ഞാൻ ജനങ്ങൾക്ക് കൃത്യമായ വ്യക്തതയുണ്ട്. ഇവിടെ സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോ എന്തിനാണ് ഭയപ്പാട്? കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ ഞങ്ങളോട് ചോദിച്ച കാര്യം എന്താണ് മുഖ്യമന്ത്രി അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്നൊന്ന് പറയാൻ പറ. അല്ല, ഞാൻ പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞത് വ്യക്തമാണ്. ഞാൻ പറയട്ടെ, ഞാൻ സൂചിപ്പിക്കട്ടെ, രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഇവിടെ അവതാരകൻ ചോദിച്ചത് എന്നോട് ചോദിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് മത്സരിക്കാൻ തിരിച്ചു വരുമ്പോൾ 117 സീറ്റാണ് ഇന്ന് കോൺഗ്രസിനുള്ളത്. രാജസ്ഥാനിലെ ഒരു രാജ്യസഭ MP ആണ് അദ്ദേഹം. ഇവിടെ വന്ന് ജയിച്ചാൽ രാജ്യസഭയിൽ രാജ്യസഭയിലെ ഭൂരിപക്ഷം നോക്കിയല്ലോ. ഞാൻ BJP പ്രതിനിധിയിലേക്ക് വരുമ്പോൾ 4.5 ലക്ഷത്തോളം വോട്ട് വാങ്ങിച്ചാൽ മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം, 40%-ലധികം വോട്ട് പിടിച്ചാൽ മാത്രം ജയിക്കാവുന്ന മണ്ഡലം. അങ്ങനെയാണ് ഇരു മുന്നണികളും ഈ മണ്ഡലത്തിൽ പ്രകടനം പെർഫോം ചെയ്യുന്നത്. BJP ആവട്ടെ കഴിഞ്ഞ തവണ ഡോക്ടർ രാധാകൃഷ്ണൻ 1,80,000 പേരെ വോട്ട് പിടിച്ചു, 17% വോട്ട്. നിങ്ങൾ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു ത്രികോണ മത്സരമാണ് എന്ന നിലയിലേക്ക് ഒരു പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിച്ചാലും വസ്തുതകളും കണക്കും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ജയിച്ച് കേന്ദ്രമന്ത്രിയാകും ശോഭാ സുരേന്ദ്രൻ എന്ന നിലയിലേക്ക് ഒരു വാദം വെക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒന്നും ആലപ്പുഴ ഇല്ലല്ലോ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് ഈ രാജ്യത്ത് 25 കോടി ജനങ്ങളെ അംഗങ്ങളാക്കി. അതുമാത്രമാണോ, നാരീശക്തി വെറും പ്രഖ്യാപനമല്ല, വനിതാ സംവരണ ബില്ല് അടക്കം തന്നെ കൊണ്ടുവന്ന് മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് ഈ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പദ്ധതികളും നയങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് രാജ്യം കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കുതിപ്പുണ്ട്. 5 മാസകലം 6 വരി 8 വരി 10 വരി പാതകൾ വരുമ്പോൾ നരേന്ദ്രമോദിജിയുടെ കയ്യൊപ്പാണ് അവിടെ ചാർത്തിയിട്ടുള്ളത്. ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന, എല്ലാവർക്കും വീടെന്നുള്ള പദ്ധതി, എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ വീടുകളിലൂടെ ലഭിക്കുന്നുണ്ട് പദ്ധതി, ജലജീവൻ മിഷൻ, ഇതെല്ലാം ആലപ്പുഴയിലെത്തി. ഇതൊക്കെയാണ് ജനങ്ങളോട് NDAയും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിക്കും എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. BJP ഒരു ആത്മവിശ്വാസം പറഞ്ഞാൽ അതിന് ആധാരമായി യുക്തിസഹമായി ജനങ്ങളോട് അവതരിപ്പിക്കാൻ കഴിയണം. ഞാൻ കണക്കുകൾ ആദ്യം തന്നെ പറഞ്ഞു. ആ കണക്കിലേക്ക് എത്താൻ, ആ കടമ്പയിലേക്ക് എത്താൻ ആലപ്പുഴയിൽ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ത്രികോണ മത്സരമാണെന്ന് തന്നെ പറയുന്നത്? ആ ത്രികോണ മത്സരം കഴിഞ്ഞിട്ടല്ലേ ജയം എന്ന് പറയുന്ന അടുത്ത കടമ്പയുള്ളൂ. വരാം, ആ പൊളിറ്റിക്കൽ പോയിന്റ് ഒന്ന് റിസർവ് ചെയ്യാം. BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് ഇന്ന് എത്രയാ? 800% വോട്ടിന്റെ വർധനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ആലപ്പുഴയിൽ നേടിയത്. ആലപ്പുഴ ജനങ്ങളാണ് BJP ഉയർത്തിക്കൊണ്ടത്. 800% അല്ലേ? 800% വോട്ടിന്റെ വർധന. ഏതായാലും ഇവർ തന്നെ പറയട്ടെ, നമ്മൾ കണിച്ചുകുളങ്ങരയിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മവിശ്വാസങ്ങൾ മുന്നണി മുന്നോട്ട് വെച്ചതുണ്ട്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എടുത്തുകൊണ്ട് ഇവരിലേക്ക് മടങ്ങി വരാം. വികസനം, രാഷ്ട്രീയം ഗൗരവമായി മാറ്റുരയ്ക്കുന്ന ആലപ്പുഴയെക്കുറിച്ച് മൈക്കുള്ളത് എവിടെയാണ്? സംസാരിക്കൂ. യെസ്, വേഗം. ഞങ്ങൾ ഇവിടുത്തെ തീരദേശത്ത് മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരാണ്. ഈ മത്സ്യമേഖലയിലെ തീരദേശത്ത് ഇവിടുത്തെ മുഖച്ഛായ മാറുന്ന ഒട്ടേറെ പദ്ധതികൾ നടക്കുന്നുണ്ട്.
ഇപ്പോൾ ചെത്തി ഹാർബറിൻ്റെ നിർമ്മാണം നടക്കുന്നത് 116 കോടി രൂപ കേരളത്തിൻ്റെ മാത്രം ഫണ്ട്, കിബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ നിർമ്മാണം നടക്കുകയാണ്. അത് ബീച്ച് ടൂറിസം പദ്ധതി വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അർത്തുങ്കൽ തുറമുഖം അതിൻ്റെ 150 കോടി രൂപ ലോൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം കൊടുക്കാൻ ഇപ്പോൾ നബാർഡിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്തത് ഇപ്പോൾ ആരിഫ് ഇടപെട്ടതിന് ശേഷമാണ്. അപ്പോൾ ഒട്ടേറെ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് തീരദേശത്തിൻ്റെ മുഖച്ഛായ മാറി നടക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം UDF എൻ്റെ ചോദ്യം 5 വർഷക്കാലം MP ആയും 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായും KC വേണുഗോപാൽ ഇവിടെ ഉണ്ടായിട്ട് എന്ത് വികസന നേട്ടമാണ് ഈ നാട്ടിൽ ചൂണ്ടിക്കാണിക്കാൻ ഉള്ളതല്ലോ? ആലപ്പുഴ ബൈപ്പാസിന് തുടക്കം കുറിച്ച അദ്ദേഹമാണെന്നാണ് പറഞ്ഞത് KC വേണുഗോപാൽ. ഒരു കാരണവശാലും ഇവിടെ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട്? ഒരു ഹൈമാസ് ലൈറ്റെങ്കിലും KC വേണുഗോപാലിന്റെ പേരിൽ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണം. എന്ത് നേട്ടം ഈ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. എൻ്റെ വാർഡിൽ തന്നെ KC വേണുഗോപാൽ MP ആയിരുന്നപ്പോൾ 2 റോഡുകളുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് MP ഫണ്ടിൽ നിന്ന്. അത് എൻ്റെ വാർഡിലെ കാര്യമാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് പ്രദേശത്ത് എന്തെല്ലാം കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഊഹിക്കാം. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? മണിപ്പൂർ കത്തിയമർന്നിട്ട് പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചിട്ട് പോലുമില്ല. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് നൽകിയിട്ടുള്ളത് എന്നുത്തരം പറയാം. അടുത്തത് 2022 ഫെബ്രുവരി 22 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വന്നു. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: തലസ്ഥാനം വാരണാസി, ന്യൂനപക്ഷങ്ങൾക്ക് വോട്ടില്ല. അതായത് ദ്വാപരയുഗത്തിലെയും അതേപോലെ ത്രേതായുഗത്തിലെയും ഒക്കെ നിയമങ്ങളാണ് വരാൻ പോണത്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സമീപകാലത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മതനിരപേക്ഷ കക്ഷികൾക്ക് ആശങ്കയുമാണ്. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായി നിശ്ചയിക്കപ്പെടുന്ന, അങ്ങനെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങളെപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മതനിരപേക്ഷ കക്ഷികളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഈ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ഒരു പടക്കളം തന്നെയാണ്. ജീവിക്കാനുള്ള ഒരു പടക്കളമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുക. ശരി, നമുക്ക് 2 വിഷയങ്ങളുണ്ട്. ഈ വേണുഗോപാൽ കേന്ദ്രത്തിൽ AICC ജനറൽ സെക്രട്ടറി ആയപ്പോൾ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ പലതും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നേതൃത്വ പാടവത്തിൻ്റെ കഴിവ് കൊണ്ട് ഇതെല്ലാം BJPയുടെ കയ്യിൽ കൊടുത്ത്, എന്നിട്ടാണ് ഈ മനുഷ്യൻ വീണ്ടും ഇവിടെ നമ്മുടെ ദേശീയ നേതാവാണെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം. എന്ന് വെച്ചാൽ ചേട്ടൻ പറയുന്നത് അദ്ദേഹം വളർന്നു, പാർട്ടി അതപ്പതിച്ചു. പ്രവീണ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നേരത്തെ പ്രവീണാണ് പറഞ്ഞത് ഒരു കാര്യം കൂടി. കണിച്ചുകുളങ്ങര ഉത്സവം കഴിഞ്ഞ മാർച്ച് 8 തീർന്ന് ഒരു മാസക്കാലം ഈ കണിച്ചുകുളങ്ങര ആർഭാടപരമായ ഉത്സവമാണ് നടന്നത്. ഇവിടെ ബലൂൺ വിൽക്കാനും കളിക്കോപ്പുകൾ വിൽക്കാനും ഹിന്ദി സംസാരിക്കുന്ന 8 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഇവിടെ വിറ്റണ്ടിരുന്നത്. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ അധപ്പതനല്ലേ? സ്കൂൾ എന്താണെന്ന് അറിയാൻ മേല, പള്ളിക്കൂടം എന്താണെന്ന് അറിയാൻ മേല. 8 വയസ്സും 10 വയസ്സും കുട്ടികളാണ് BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഹിന്ദി ഭാഷയും പഠിച്ചുകൊണ്ട് ഇവിടെ വന്നത്. വളരെ ഷാർപ്പാണ്. നിങ്ങൾക്ക് 3 പേരിലേക്കും വരാം. ഞാൻ പറയാം. ഈ ഡൽഹിയിൽ നിങ്ങളുടെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് വർഷങ്ങളായി. അവിടെ ഒരാൾ പോലും സ്വന്തം ചിഹ്നത്തിൽ, ഞാൻ പറയട്ടെ വോട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ല, കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ഒരു വലിയ ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടി രാജ്യം ഭരിച്ച പാർട്ടിയാണ്. ആ പാർട്ടി വല്ലാതെ തകർന്ന് താഴോട്ട് പോകുമ്പോൾ KC വേണുഗോപാലിന്റെ ദേശീയ നേതൃത്വ പദവിയിൽ ഊറ്റം കൊള്ളുന്നത് മറുപടി പറയട്ടെ. അവിടെ വളരെ നന്നായിട്ട് നൊന്തു എന്ന് എനിക്ക് മനസ്സിലായി. ആർക്കും നോവുന്നില്ല. ഞാൻ പ്രവീണിനോട് പറഞ്ഞല്ലോ, പ്രവീൺ ചോദ്യം സ്പെസിഫിക് ആണ്, അതിനാണ് മറുപടിയിലേക്ക് വരുന്നത്. സ്പെസിഫിക് ആണ്. ഞാൻ പറഞ്ഞു വരട്ടെ, മറുപടി പറയാൻ അവസരം തരണ്ടേ? അല്ല, താങ്കള് വേറെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് വരുന്ന ചോദ്യത്തിന് മറുപടിയാവില്ല. മറ്റു പല ത്രിപുരയിലും മത്സ്യത്തൊഴിലാളിയായ ചേട്ടൻ അവിടെ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയാനുള്ള അവസരം തരണം. ഇവിടെ ദേശീയ, ഞാൻ പറയട്ടെ അവിടെ ഇരിക്കുന്നേ, പറയട്ടെ അവിടെ ഇരിക്കുന്നേ ചേട്ടൻ, അവിടെ ഇരിക്കുന്നേ, ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ.
ചേട്ടൻ അവിടെ ഇരിക്കും, ഞാൻ പറയട്ടെ മറുപടി. ഇങ്ങനെ മത്സ്യത്തൊഴിലാളി എന്ന് അധിക്ഷേപിക്കുകയല്ലേ ചെയ്തത്? ഞാനും മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. അവിടെ ചേട്ടൻ അവിടെ ഇരിക്കും. ഇത് ഞാൻ പറയ്, പറയ്, പറയ്. 25 വർഷം സുഹൃത്തേ, ഭരിച്ചപ്പോൾ അദ്ദേഹം ഞാൻ പറയും. പറയട്ടെ, നിങ്ങൾ കയറി ഇടപെടണ്ട. അദ്ദേഹം പറയും. അദ്ദേഹം എന്റെ പറയും. മറുപടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പറഞ്ഞിട്ടാവട്ടെ ഉദ്ദേശിക്കുന്ന മറുപടി തരാൻ ഞാൻ ഇവിടെ നിൽക്കുകയല്ല. എന്റെ മറുപടി, എന്റെ രാഷ്ട്രീയപരമായ എന്റെ UDF-ന്റെ രാഷ്ട്രീയം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എനിക്ക് തരാൻ കഴിയില്ല. ഞാൻ പറയട്ടെ ഇത് നിങ്ങൾ സംസാരിച്ചോണ്ട് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ പറയട്ടെ, ഈ രാജ്യത്തെ മുഴുവൻ പണം കൊണ്ട് വാങ്ങിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയങ്കരനായ KC വേണുഗോപാൽ കേരളത്തിലെ KSUവിന്റെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് 10 വർഷക്കാലം ഇവിടെ MP ആയിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ മതനിരപേക്ഷ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് കേരളത്തിലെ CPM വെച്ച് പുലമ്പുമ്പോൾ വളരെ കൃത്യമായി ഇന്ത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയം പകർന്നുകൊണ്ട്, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം പകർന്നുകൊണ്ട് മുമ്പെങ്ങും ഇല്ലാത്ത വിധം 256 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കി എല്ലാ സീറ്റുകളും മറ്റ് കക്ഷികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ നിരവധിയായ നേതാക്കന്മാർ, MP-മാർ, മുൻ മുഖ്യമന്ത്രിമാരെ വിലക്കെടുക്കുമ്പോൾ KC വേണുഗോപാലിനെ പോലെ അഭിമാനകരമായ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ഈ മടിയിൽ KC വേണുഗോപാലിന്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരുമ്പോൾ ഇങ്ങനെ പല അസ്വസ്ഥതകളും ഉണ്ടാവും. മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ സാധാരണ തൊഴിലാളിയാണെന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ കാര്യം എത്രയും രാഷ്ട്രീയ ബോധ ചേട്ടനുണ്ട്. ആ ചേട്ടൻ പറഞ്ഞത് KC വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് താഴെ പോയി. KC വേണുഗോപാൽ പറയട്ടെ, KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 9 പറയട്ടെ, KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 9 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാണ് BJP പോയത്. അത് ആ 12 പേര്, 9 പേരുടെ പേര് ഞാനിപ്പോ പറയാം. 117 MP-മാർ BJP-യിലേക്ക് പോയി, 215 MLA-മാർ BJP-യിലേക്ക് പോയി. അല്ല പറയട്ടെ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന പ്രവീണിനെ വ്യക്തിപരമായൊക്കെ അറിയാവുന്നതുകൊണ്ട് പ്രവീണൊന്നും BJP പോയില്ല എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ 2 മക്കൾ ഇപ്പൊ BJP-യിലാ. K. കരുണാകരന്റെ മകൾ പത്മജ BJP പോയി. ഇവിടെ AK ആന്റണിയുടെ മകൻ BJP പോയി. പിന്നെ ഈ വേറൊരു കാര്യം, പ്രവീൺ നേരത്തെ പൊതിഞ്ഞു വെച്ച് പറഞ്ഞല്ലോ, UDF-ന്റെ പ്രതിനിധി വന്നിട്ട് പൊതിഞ്ഞു വെച്ചാ പറഞ്ഞു. എന്താ പറഞ്ഞത്? KC വേണുഗോപാൽ ജയിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്താ അത് പറഞ്ഞതിന്റെ കാരണം പറഞ്ഞില്ല. എന്താ കാര്യം? രാജസ്ഥാനിലെ രാജ്യസഭാ മെമ്പറാണ് KC വേണുഗോപാൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് പോയി എന്താ പറഞ്ഞത്? ഒരുപാട് ചുമതല എനിക്കുണ്ട്, സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോയ ആളാ. ഇപ്പോ രാജ്യസഭാ മെമ്പറായി 2.5 വർഷത്തിൽ കൂടുതൽ അവിടെ രാജസ്ഥാനിലുണ്ട്. രാജ്യസഭയിൽ അല്ല 2.5 രാജ്യസഭയിൽ 4 സീറ്റിന്റെ വ്യത്യാസമാണുള്ളത്. രാജ്യസഭയുടെ പ്രാധാന്യം അറിയാത്തവർ തന്നെ പറഞ്ഞപ്പോ എന്താ രാജ്യസഭയിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രാജ്യസഭയിൽ ഭൂരിപക്ഷം വന്നാൽ ഇവിടെ ഈ രാജ്യത്തെ ഈ ഭരണഘടന ഇവർ പൊളിക്കും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ പ്രവീൺ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയണ്ട. മിണ്ടായിരിക്കും. ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 1 മാസം മുമ്പാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവരുടെ തലമുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വിയെ 6 കോൺഗ്രസിന്റെ MLA-മാർ തോപ്പിച്ചു, രാജ്യസഭയിൽ തോപ്പിച്ചു. പിന്നെ രാജ്യസഭയിൽ സീറ്റ് പിടിക്കാൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ എറിഞ്ഞ് ഈ പണിയെല്ലാം ചെയ്യും. അതിന് സഹായിക്കുന്ന പണിയാണ് KC വേണുഗോപാൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉയർന്ന ഏറ്റവും പ്രധാന ഒരു സെക്കൻഡ് ഇവിടെ താങ്കളോട് സ്പെസിഫിക് ആയി BJP-യുടെ ഉയർന്ന ചോദ്യമുണ്ട്. രാജ്യത്തെ മതരാഷ്ട്രമാക്കുന്നതിന്റെ വലിയ ആശങ്കയുമായി ഉയർന്ന ചോദ്യങ്ങളുണ്ട്. മണിപ്പൂർ അടക്കം BJP-യാ, നരേന്ദ്രമോദിജിയാ. അതുകൊണ്ട് BJP പ്രതിനിധിക്ക് കൂടുതൽ സമയം തരേണ്ടി വരും. ആ ഒരു മര്യാദ ഈ ചർച്ചയിൽ കാണിക്കണം. ഒരു കാര്യം ഞാൻ പറയാം. മണിപ്പൂർ അടക്കമാണ് അവർ ചോദിച്ചത്. മണിപ്പൂർ അടക്കമാണ് ചോദിച്ചത്. അല്ലല്ല CPM മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഇവർ സമ്മതിച്ചു, 2 പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്ന പാർട്ടി ഏതാ? BJP-യാ. ശരിയല്ലേ? ഒരു ഭാഗത്ത് ബംഗാളും ത്രിപുരയും ഭരിച്ച CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി എവിടെയാ? എല്ലാം BJP-യിലാ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്കാ വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ രാജ്യത്ത് അഴിമതി ഇല്ലാതാക്കിയ പാർട്ടിയാ BJP.
സത്ഭരണം ഇലക്ട്രൽ സംസ്ഥാനങ്ങളെ ബോണ്ട് ഭരിക്കുന്നത് BJP യാണ്. ഇലക്ട്രൽ ബോണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി അല്ലേ? ഇലക്ട്രൽ ബോണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി അല്ലേ? ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി അല്ലേ? അഴിമതിയില്ലാത്ത ഭരണമാണ് മോദിയുടെ. അദ്ദേഹത്തിന്റെ വാദം അതാണ്. കരുവന്നൂരിലെ ഏറ്റവും വലിയ അഴിമതിയാണ് CPM ഇലക്ട്രൽ ബോണ്ട്. രഹസ്യ ബോണ്ട് 6,200 കോടിയാണ് BJP കൊടുത്തത്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. അതിൽ BJP-ക്കാർ 6,000 കോടിയാണ് മേടിച്ചിരിക്കുന്നത്. അത് വെളിയിൽ കൊണ്ടുവന്നത് CPM എന്ന പാർട്ടിയാണ്. CPM ഒരിക്കലും ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് മേടിക്കത്തില്ലെന്ന് പറഞ്ഞ് മേടിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം പറയാം. ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം BJP-ക്കാണ് ഏറ്റെടുക്കും. കാര്യം ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാർ നാളെ RSS ശാഖയിൽ കാവലൊക്കെ നിൽക്കേണ്ടതാണ്. കാര്യം ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാർ നാളത്തെ RSS-കാരാണ്. ഒരു മിനിറ്റ്, ഇവരുടെ ഈ രാഹുൽ ഗാന്ധിയുടെ അളിയൻ ഈ റോബർട്ട് വദ്ര, അതേ 170 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി BJP-ക്ക് നൽകിയിരിക്കുന്നത്. 170 കോടി രൂപ. അത് എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു. അളിയൻ താങ്കൾ ചുമ്മാ അവാസ്തവ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കട്ടെ. 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തു. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ആ സുഹൃത്തിന്റെ ചോദ്യം ചെറുതല്ല. കാരണം റോബർട്ട് വാദ്ര അദ്ദേഹം ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസ് പരിഹരിക്കാനും ഇല്ലാതാക്കാനും 170 കോടി കൊടുത്തു. ഇലക്ട്രൽ ബോണ്ടിൽ BJP-ക്ക് കൊടുത്തു നമ്മുടെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നമ്മുടെ കൃത്യമായി ED ചോദ്യം ചെയ്ത് രണ്ട് പ്രാവശ്യം വിളിച്ച് ചോദ്യം ചെയ്തു. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യാം, അവരെ അറസ്റ്റ് ചെയ്യാം. BJP-ക്ക് പൈസ കൊടുത്തു. അത് ചെയ്യാതിരിക്കാൻ പണം കൊടുത്തോ? ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നതേ, ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാ. അതുകൊണ്ട് പച്ചയായ കണക്ക് പുറത്തുവിട്ട കേസാണത്. അതായത് അഴിമതിയാണ്. പിന്നെന്തിനാ ഈ കോടതിയിൽ കണക്ക് കൊടുക്കാൻ വലിയ മടിയായിരുന്നല്ലോ SBI-ക്ക്? വലിയ പ്രശ്നമായിരുന്നു. പോലും പേടിപ്പിച്ച് അതിന്റെ കണക്ക് പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണല്ലോ നിങ്ങളുടെ BJP. ഇവിടെ ബാങ്കിന്റെ ചെവിക്ക് പിടിച്ചതാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, BJP-യെ പുൽകുന്നവർ രാഹുലിനോട് നേരിട്ടുള്ള ചോദ്യം. DMK വാങ്ങി ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പൈസ കൈപ്പറ്റിയുടെ കേരളത്തെ രാജ്യത്തുള്ള വലിയ കച്ചവടക്കാരെ പറയേണ്ടി വരും. അത് പറയേണ്ടി വരും. DMK ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കിലുണ്ട്. കേരളത്തിലെ CPM രാഹുലാണ് പറയേണ്ടത്. 8,251 കോടി രൂപയാണ് BJP-ക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് 8,251 കോടി രൂപയാണ് BJP-ക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയത്. ഇവരൊരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. ഇന്ന് ശോഭാ സുരേന്ദ്രൻ BJP നേതൃത്വത്തിന് പരാതി കൊടുത്തു. ഒരു 10 ഫ്ലെക്സ് ബോർഡെങ്കിലും ആ പൈസയ്ക്ക് അന്നെടുത്ത് വെച്ച് കൊടുക്കുക. ഈ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ പാർലമെന്റിൽ എവിടെയെങ്കിലും BJP-യുടെ ഫ്ലെക്സ് ബോർഡുകൾ ഏതെങ്കിലും ബൂത്തുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെക്കി നാണുണ്ടോ നിങ്ങൾക്ക്? ഈ അഴിമതി പൈസ മുഴുവൻ മേടിച്ചിട്ട് ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. ആരിഫ് ആലപ്പുഴയിൽ 3-ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ തൃശ്ശൂർ എടുക്കാത്തതുകൊണ്ടാണ് ഇവിടേക്ക് സുരേന്ദ്രൻ പറഞ്ഞയച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. ശോഭാ സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോ ആ പാർട്ടിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു പരിപാടിക്ക് പോലും അദ്ദേഹത്തെ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചിരുന്നില്ല. അവിടെ നിന്ന് തള്ളിക്കളഞ്ഞ സ്ഥാനാർത്ഥിയെ എങ്ങും എടുക്കാതെ വന്നപ്പോഴാണ് ആലപ്പുഴയിലേക്ക് കെട്ടിയിറക്കുന്ന കാര്യം. CPM-ന്റെ ഫ്രാക്ഷൻ വിങ് ചില മാധ്യമങ്ങളുണ്ട്, അവരുടെ തോന്നൽ. KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാ സീറ്റ് കളഞ്ഞ് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടെ ശോഭാ സുരേന്ദ്രനെ വെച്ച് ഒരു വോട്ട് മേടിക്കാനുള്ള പണിയാണ്. അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് 2 തവണ പരാതി കൊടുത്തു. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് മാറ്റി ജില്ലാ പ്രസിഡന്റ് ഇങ്ങോട്ട് വിട്ടു. അയാള് മാവേലിക്കര മണ്ഡലത്തിലായിരുന്നു ചുമതല. നരേന്ദ്രമോദിയെ രാജ്യം ചർച്ച ചെയ്യുന്നത് അതാണ്. അതിലേക്ക് വരാൻ പറയാം. നിങ്ങൾ ബഹളം 15 ലക്ഷം രൂപ ഞങ്ങളുടെ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നും
50 രൂപ അല്ല, നിങ്ങള് 50 രൂപ പെട്രോൾ ചോദിക്കട്ടെ. പറഞ്ഞിട്ടാണ് ഭരണത്തിലേറിയത്. ഇതുവരെ 50 രൂപയുടെ പെട്രോൾ പോയിട്ട് 15 രൂപ പോലും ആരുടെ അക്കൗണ്ടിലേക്ക് വന്നില്ല. ഈ 50 രൂപയുടെ പെട്രോൾ ആയാലും ഹൈവേ കൊണ്ട് കാരണം ഉണ്ടാവും. ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു കാര്യം ജനങ്ങൾക്ക് ബോധമുണ്ട്. നമ്മുടെ ബി ജെ പി ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് പ്രതിനിധിയോട് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ നിൽക്കുന്ന ബഹളം വെക്കുന്ന എല്ലാ ചെറുപ്പക്കാരും കൂടെ ഉള്ളതാണ്. നമുക്കിവിടെ ബി ജെ പിയുടെ എന്തില് അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് നമുക്ക് 2 ലക്ഷം തൊഴിൽ വെച്ച് എല്ലാ വർഷവും 2 കോടി അത്രയും തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ റിപ്പോർട്ട് എടുക്കുമ്പോൾ UPSC വഴിയുള്ള നിയമനത്തിൽ 2 ലക്ഷം പോലും ഇതുവരെ ആയിട്ടില്ലെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് അതിനൊരു മറുപടി കിട്ടണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ബഹളം വെക്കാനല്ല, മണിപ്പൂരിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിനെതിരെ ഇപ്പോൾ ഒരു സാധാരണ ജനങ്ങൾ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. എന്ത് നടപടിയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ചോദിക്കാവുന്നതാണ്. രാഹുൽ സംസാരിച്ചതുപോലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം മനസ്സിലാക്കി, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിലുള്ള ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി BJPയും കോൺഗ്രസും കൂടി ചേർന്ന് വോട്ട് ചെയ്ത് അവിശ്വാസ പ്രമേയം കൊണ്ട് പാസ്സാക്കിയ ചരിത്രം നമുക്കറിയാം. കേരളത്തിൽ UDFും BJPയും തമ്മിലാണ് ഇപ്പോൾ ഐക്യമെന്ന് ഞങ്ങൾ പറയുന്നത്, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി. ആരാണ് പ്രതിപക്ഷത്തില്ലാത്തത്? മണിപ്പൂരിൽ പ്രിയങ്കരനായ ഞങ്ങളുടെ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുമായി ഒപ്പം ഈ മണിപ്പൂരിന്റെ മണ്ണിൽ പോയി അവിടെ നിരന്തരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവാണ് പ്രിയപ്പെട്ട KC. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി BJPക്കാർക്ക് പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിന്ന് ഈ ജൽപ്പനങ്ങൾ നടത്തുന്നതല്ലാതെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് പോലും ലഭിക്കാൻ പോകുന്നില്ല. LDF ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അതേപോലെ തന്നെ നിങ്ങൾ കോൺഗ്രസ്സുകാരോട് നിങ്ങൾ SDPയെ പിന്തുണയ്ക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? ഞങ്ങൾ SDPയുടെ പിന്തുണ വേണ്ടെന്ന് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഞങ്ങൾ SDPയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങളുടെ UDF കൂടി പറഞ്ഞു. അപേക്ഷ സമ്മേളനത്തിലൂടെ കൂടി എടുത്ത തീരുമാനമല്ല. ഇവിടെ SDPയുടെ പിന്തുണ വേണ്ടെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവും അതുപോലെ KPCCയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചോദ്യം ചോദിച്ചതിന് മറുപടി ഒരു കാര്യം, CPMന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി 2004 തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. 2004 ഇതുപോലെ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റിനെ താഴെയിറക്കാൻ ഇടതുപക്ഷം ഉൾപ്പെടെ പിന്തുണ കൊടുത്തിട്ടാണ് അധികാരത്തിലേക്ക് വന്നത്. അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയല്ല, ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടല്ല തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അവസാനം മതേതര കക്ഷികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ തീരുമാനിച്ചത്. അത് തന്നെ 2024 ആവർത്തിക്കും. നമ്മുടെ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലും LDF വിജയിക്കും. UDF വലിയ തോൽവിയാണ് നേരിടാൻ പോകുന്നത്. സ്ഥാനാർത്ഥികൾ അനുകൂലമായി SDPയുടെ നേതാക്കന്മാർ പത്തമേശ സമ്മേളനം കൂടി UDFനെ പിന്തുണ പ്രഖ്യാപിച്ചത് വേണ്ടെന്ന് വളരെ പച്ച മലയാളത്തിൽ നമ്മുടെ നേതാക്കന്മാർ രാഹുലിന് സ്വീകാര്യമാണോ? വ്യക്തമായി ഐക്യജനാധിപത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ വോട്ട് മാത്രം മതി കേരളത്തിൽ UDFനെ 20 സീറ്റ് വിജയിക്കാനുള്ള കാര്യം അതീവ ശക്തമായി വേണുഗോപാലാണ് SDPയുമായി ഡീലുണ്ടാക്കിയത്. KC വേണുഗോപാൽ ബാംഗ്ലൂരിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് SDPയുമായിട്ട് ഡീലുണ്ടാക്കിയത് KC വേണുഗോപാലാണ്. അല്ല, ഞാൻ സ്ഥാനാർത്ഥിയും കൂടെയാണ്. അതിന്റെ തെളിവ് ഞാൻ പറയാം. പിന്തുണ പ്രഖ്യാപിച്ച ദിവസം SDPയുടെ പിന്തുണ പ്രഖ്യാപിച്ച ദിവസം അന്ന് കോൺഗ്രസ് നേതാക്കളോട് ഇതിന്റെ മറുപടി പറയാൻ ചോദിച്ചപ്പോൾ എല്ലാവരും ബബ്ബാദി ഞങ്ങൾ അവസാനം ഇത് എതിരാകുമെന്ന് മനസ്സിലായപ്പോൾ അവസാനം
പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ അവസാനം- പിന്തുണ ചോദിച്ചിട്ടുമില്ല. അവസാനം ഇവിടെ ഇപ്പോൾ മറുപടി പ്രഖ്യാപിക്കുന്നവരെ പറയാൻ നിങ്ങൾ വേണ്ടയോ ഇപ്പോൾ വേണ്ടയോ എന്ന് അടുത്ത ചോദ്യം തീരുമാനിക്കുന്നത് എന്താ? യൂഡിഎഫ് കോൺഗ്രസ് സുഹൃത്ത് കോൺഗ്രസ്സുകാർ പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ടെന്ന് വളരെ കൃത്യമായി പറഞ്ഞതാണ് പ്രിയപ്പെട്ട സുഹൃത്തെ. ഒറ്റ ചോദ്യം കഴിഞ്ഞ ദിവസം ചോദിക്കും നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് വിജയിപ്പിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഞങ്ങള് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അവസാന പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. രാഹുൽ, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. രാഹുലിനോടാണ് ചോദ്യം. താങ്കൾ പറഞ്ഞു KC വേണുഗോപാൽ ഇന്ത്യയിൽ ഉടനീളം നടന്ന് കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങളെ തോപ്പിക്കുകയാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. വ്യാജമായ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു, KPCC പ്രസിഡന്റ് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു കാര്യം NK പ്രമേന്ദ്രൻ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ പച്ചത്തോടെ കല്ല് വെച്ച് നുണ പ്രചരിപ്പിക്കുന്നത് CPM-ന്റെ മലപ്പുറത്ത് ഇ.ടി. മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും STPയുടെ നേതാക്കളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ വന്ന് രാത്രി പോയി മിനി ഊട്ടിയിൽ കൊണ്ടോട്ടിയിൽ എപ്പോഴത്തെ ഒരു 3 വർഷം കഴിഞ്ഞ 3-4 വർഷം മുമ്പുള്ള കഥ. അവര് ഒരുമിച്ചിരുന്ന ആഹാരവും ചായവും കഴിച്ചെന്ന് പറഞ്ഞാൽ അത് ചർച്ചയാണോ? പരാജയപ്പെട്ടു പോയി ഓർമ്മയുണ്ടോ? സാന്റിയാഗോ മാർട്ടിന്റെ കാര്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ ഗവൺമെന്റ് ഭരിച്ച BJP ഗവൺമെന്റ് ആരുടെ സംരക്ഷണത്തിൽ ആരെയാണ് സംരക്ഷിച്ചതെന്ന് ചോറ് കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരെയാ സംരക്ഷിച്ചത്? അത് ഞാൻ പറഞ്ഞു വരട്ടെ. കൃത്യമായിട്ടും കോർപ്പറേറ്റുകളെയാണ്. എന്തുകൊണ്ടെന്നാൽ അന്ന് പെട്രോൾ വില വർധന, ഡീസൽ വില വർധന പറയുമ്പോൾ, ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ക്രൂഡ് ഓയിൽ വില കൂടി അതുകൊണ്ട് പെട്രോൾ വില വർധന ഉണ്ടാകും. എൻ്റെ സുഹൃത്തെ, ഈ ചോറ് കഴിക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ക്രൂഡ് ഓയിൽ ലോക വിപണിയിൽ നല്ല വില വർധനമാണ്. അന്നേരമാണ് പെട്രോൾ വില വർധന 2 രൂപ കുറച്ചത്. ഇത്രയും നാൾ ഈ ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തം നിങ്ങൾ കച്ചവടക്കാരാക്കിയായിരുന്നു. മറുപടി പറയുവേ. ഓക്കെ, പറയണമല്ലോ അതല്ലേ അവർ ചോദിക്കുന്നത്. ഈ രാജ്യത്ത് 1 ലിറ്റർ പെട്രോളിന് ഏറ്റവും കൂടുതൽ തുക കൊടുക്കേണ്ട സംസ്ഥാനം ഏതാണെന്നറിയാവോ? ഈ കേരള. പാവപ്പെട്ടവർക്ക് പെൻഷൻ പെട്രോൾ കൊടുക്കാം, 50 രൂപയ്ക്ക് ഡീസൽ കൊടുക്കാം. സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഗ്യാസ് സിലിണ്ടർ പിടിച്ചുകൊണ്ട് ശോഭ ചേച്ചി വീടിനകത്ത് നിന്ന് വിലപിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അന്ന് പെട്രോളിന്റെ വില 77 രൂപയായിരുന്നു, 108 രൂപയായിരുന്നു. രണ്ടാമത് ഡീസലിന്റെ വില 100 രൂപയുണ്ടായി. അന്നത്തെ പാചകവാതകത്തിന്റെ വില 770 രൂപയിൽ നിന്ന് 1116 രൂപയായിരുന്നു. നോട്ട് നിരോധന സമയത്ത് ചാനൽ ചർച്ചയായിരുന്നു. നെഞ്ചുവിരിച്ചുകൊണ്ട് പറഞ്ഞാൽ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും, 50 രൂപയ്ക്ക് ഡീസൽ കൊടുക്കും. ഇവർ അധികാരത്തിൽ വന്നപ്പോൾ 64 രൂപയായിരുന്നു പെട്രോളിന്. ബാരലിന് ഇപ്പോൾ ഡോളറിന് വില കുറഞ്ഞു. 110 രൂപയാക്കിയിട്ട് 2 രൂപ. കേരളത്തിലെ ജനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ മണ്ടന്മാരാണ്. 2 രൂപ കുറച്ചു. ഗ്യാസിന്റെ വില രൂപയാക്കിയിട്ട് 100 രൂപ ജനങ്ങൾ, അതായത് വലിയ രോഷം. ഈ പാചകവാതകത്തിന്റെ വില BJP-ക്കാർ വികസനം ഇന്ത്യ പുതിയ ഇൻഫ്രാസ്ട്രക്ചറിലേക്കൊക്കെ ഉയർത്തിയെന്നാണ് പറയുന്നത്. മോദി വരുന്നതിന് മുമ്പുള്ള ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇപ്പോൾ 112ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ അങ്ങനെ ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങൾ പോലും ഇന്ത്യക്ക് മുൻപിലാണ്. ആഗോള പട്ടിണി ദേശാഭിമാനിക്കാത്ത കണക്കല്ല. നിങ്ങളുടെ രാജ്യത്തിന്റെ കണക്കാണ്. ഒന്ന് പറയട്ടെ ചേട്ടാ, ഒന്ന് ദയവായി അവരെ ഒന്ന് കേൾക്കൂ. പ്രവീൺ, അവരെ കൂടി ഒന്ന് കേൾക്കൂ. ചുരുക്കി
നിങ്ങളും ഞാൻ CPM പ്രവർത്തനം നിങ്ങളും കുറച്ച് ആഗോള പട്ടിണി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, 114 ഇന്ത്യക്ക്. ഓക്കേ, പക്ഷേ അടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിദാരിദ്ര്യം ആരുമില്ലാത്തതും പട്ടിണി കിടക്കാത്തമായ ഒരു സംസ്ഥാനം കേരളമാണ്. അത് എന്തുകൊണ്ടാണ്? ഈ LDF ഗവൺമെന്റുകൾ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ല ഈ കണക്ക് വെച്ച് കഴിഞ്ഞാൽ ദേശാവിലെ കണക്കല്ല, നിങ്ങളുടെ തന്നെ നീതി ആയോഗ് വിട്ട കണക്കാണ്. നിങ്ങളുടെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന നീതി ആയോഗ് വിട്ട കണക്കാണ്. നീതി ആയോഗിന്റെ കണക്കാണ്. ദാരിദ്ര്യമുക്തരായത് മോദി ഭരിക്കുന്ന സംസ്ഥാനത്തെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ അരി ഇതിൽ മേടിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ. നിങ്ങൾ കൈ ഉയർത്തു. അരിയുടെ പൈസ ചോദിച്ചവരാണെന്നുള്ളതാണ്. പ്രളയത്തിന് വന്ന അരിയുടെ പൈസ ചോദിച്ച ഒരു കേന്ദ്ര സർക്കാരും അതിന്റെ ഇരകളായ കേരളവും മത്സ്യത്തൊഴിലാളികൾക്ക് UPS സർക്കാരിന്റെ സമയത്ത് അവർക്ക് സബ്സിഡി ഉണ്ടായിരുന്നു മണ്ണെണ്ണക്ക്. ഇപ്പൊ സബ്സിഡി ഉണ്ടോ? ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഉണ്ടയും ചെയ്തിട്ടില്ല. ഒരു സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കി. സബ്സിഡി കട്ട് ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ മോദി സർക്കാർ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലാണ് ഇന്ന് ഇവിടെ നമ്മള് വായിൽ കൊള്ളാത്ത കുറെ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മണ്ണെണ്ണ സബ്സിഡിക്ക് മണ്ണെണ്ണ സബ്സിഡി തന്നെ വേണം. മത്സ്യത്തൊഴിലാളികൾ നിങ്ങളത് കട്ട് ചെയ്തിട്ട് കേരളത്തിൽ ജയിക്കുന്ന BJP എവിടെ ശരിയാകും? മത്സ്യത്തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിനെതിരാണ്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയ അർത്തുങ്കലുണ്ട്. അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി 160 കോടി ഫിഷറീസ് ആൻഡ് അക്വൈകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കൊടുത്തത് മോദി. മണ്ണെണ്ണ സബ്സിഡിയെ കുറിച്ച് ചോദിക്കുമ്പോൾ മണ്ണെണ്ണ സബ്സിഡി തുറമുഖം പോലും ഇല്ല. ആലപ്പുഴയിലെ തുറമുഖം പോലും ഇല്ല. അത് യാഥാർത്ഥ്യമാക്കുന്നത് മോദിയാണ്. മത്സ്യത്തൊഴിലാളികൾ വളരെ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നത് മോദിയാണ്. രാഹുൽ പറയട്ടെ, പ്രവീൺ പറയട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി വരെ നിർത്തലാക്കി. മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോയി ഇവർക്ക് വർത്താനം പറയാൻ പറ്റില്ല. കടൽ മത്സ്യത്തൊഴിലാളികളുടെ മിണ്ടായി പറയട്ടെ അവിടെ കിടന്ന് വേളം വെച്ചല്ലേ ഞാൻ പറയട്ടെ. നമ്മുടെ കടൽ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിന് അവരുടെ കടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ കടൽ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്തു ഇവര്. ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം ചെയ്യുന്ന നിങ്ങൾ മിണ്ടാതിരിക്കുക. അവിടെ നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് മറുപടി കേൾക്ക്. നിങ്ങൾ വേളം വെക്കാം. സുഹൃത്തെ അവർ മറുപടി പറയട്ടെ അവിടെ മറുപടി നീ ആശയം കൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് CPM ആശയം കൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ബഹളം ഉണ്ടാക്കാതിരിക്കാൻ പറ. മറുപടി പറയുന്ന കേക്ക്. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. മറുപടി പറയുന്ന കേൾക്കാൻ പറ. അവര് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാം. കേരളത്തിലെ LDF ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഫണ്ട് അനുവദിച്ചത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 144 പുലിമുട്ടുകളാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തീരദേശ മേഖലയിൽ പുലിമുട്ടുകൾ സ്ഥാപിച്ചത്. എന്തിനാ? കടൽക്ഷോഭത്തെ എതിർക്കാൻ 144 പുലിമുട്ടുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തീരദേശ മേഖലയിലുണ്ട്. പുനർഗേഹം പദ്ധതി. ഇപ്പൊ വീടില്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് 1000-ലധികം വരുന്ന വീടുകൾ പുനർഗേഹം പദ്ധതി വഴി 1500 വീടുകളാണ്. ഇതുപോലൊരു സമയത്ത് നല്ലതല്ല. പക്ഷേ ഒരു കാര്യം മാത്രം അവിടെ ബാക്കി കിടക്കുന്നു. മണ്ണെണ്ണ സബ്സിഡി റദ്ദു ചെയ്ത കേന്ദ്ര നടപടിക്കെതിരായ മത്സ്യത്തൊഴിലാളി മേഖലയുടെ വികാരം ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് മാത്രം നമുക്ക് എടുക്കാം. ബാക്കിയൊക്കെ ജനങ്ങൾക്ക് വിടാം. തെരഞ്ഞെടുപ്പ് കാലമാണ്. സഹായം നൽകിയത് മോദി ഗവൺമെന്റ് അല്ലേ? പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ജനങ്ങൾക്ക് ഉണ്ടായോ? മത്സ്യത്തൊഴിലാളി ഭവനം ഈ മന്ത്രാലയം കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ല. മത്സ്യത്തൊഴിലാളി പെൻഷൻ കേരളത്തിൽ കിട്ടാനില്ല. മത്സ്യത്തൊഴിലാളി കടാശ്വാസ പദ്ധതി മന്ത്രാലയം വന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ഒരു നേട്ടം ഒന്ന് പറഞ്ഞു തരാമോ?
പറഞ്ഞുതരാമോ? ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിൽ മത്സ്യസമ്പദ യോജന പ്രകാരം ഒരുപാട് എന്ത് കാര്യം? എന്ത് കാര്യം? ഒരുപാട് എന്ന് എന്ത് കാര്യമാണ് മനസ്സിലാക്കിയത്? എന്ത് സമ്പ്രദായം വഴി എന്ത് ഒരുപാട് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ മണ്ണെണ്ണ സബ്സിഡി അത് കിട്ടുന്നുണ്ടോ? മണ്ണെണ്ണ സബ്സിഡി കിട്ടുന്നുണ്ടോ? അത് റദ്ദു ചെയ്തോ? അത് തിരിച്ചു കിട്ടാൻ പറഞ്ഞല്ലോ. അതായത് ഈ മന്ത്രാലയം വന്ന ശേഷം മണ്ണെണ്ണ സബ്സിഡി റദ്ദു ചെയ്യപ്പെട്ടോ? അർത്തുങ്കൽ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്ന നരേന്ദ്രമോദിയാണ്. വിമൽ കേൾക്കൂ നിങ്ങൾ. രാഹുൽ ശരി ശരി നിങ്ങളുടെ ആ തർക്കം ചോദിക്കേ. ആലപ്പുഴയിലെ നിരവധി കുടുംബങ്ങൾക്ക് അന്നം നൽകിയ ഒരു പ്രസ്ഥാനമാണ് എക്സൽ ഗ്ലാസ്. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്ന് പറയാം. ഞാൻ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലുടമയും കൂടെയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മണ്ണെണ്ണ ഇപ്പൊ സബ്സിഡി നിർത്തലാക്കി, പകരം കേരളത്തിലെ ഗവൺമെന്റ് മത്സ്യബെഡ് വഴി ഗ്യാസ് പ്രൊമോട്ട് ചെയ്യുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗ്യാസിന്റെ വില എത്ര സുഹൃത്തെ? ഗ്യാസിന്റെ വില ചിലവ് കുറവാ. സഹോദരനെ അറിയത്തില്ല. ഞാൻ പറയാം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റാണ് ഞാൻ. തൃക്കുന്നപ്പുഴ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റാണ്. ഞാൻ മറുപടി പറയാം. മറ്റൊന്ന് ഇവിടെ ഒരു തരത്തിലും ആധുനിക മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതി, അതോടൊപ്പം കടലിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി ഈ സർക്കാർ വന്നതിന് ശേഷം അട്ടിമറിക്കപ്പെട്ടു. പുനർഗേഹമല്ല, മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി ഇവിടെ BJP-യുടെ പ്രതിനിധി ഒന്ന് കടപ്പുറത്തേക്ക്, BJP-ക്കാരൊന്ന് പോകണം. അവിടെ ഇട്ടിരിക്കുന്ന കടൽഭിത്തിയുടെ ഒരു കല്ലിന്റെ ചെലവ് പോലും BJP-ക്ക് ഇല്ല. ഇവിടെ കോൺഗ്രസിനുമില്ല. LDF ഗവൺമെന്റ് 144 പുലിമുട്ടുകൾ ആലപ്പുഴ തീരപ്രദേശത്ത് ആലപ്പുഴ മണ്ഡലത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്ഥാപനങ്ങളുള്ള മണ്ഡലമാണ് ഈ ആലപ്പുഴ നിയോജക മണ്ഡലം. ഒന്ന് KSDP. അല്ല പറയട്ടെ ഓട്ടോകാസ്റ്റ് കൂട്ടി പൊതുമേഖലാ സ്ഥാപനമാണോ? ചുരുക്കി പറയൂ. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ KSDP ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പൂട്ടാൻ തീരുമാനിച്ചതാണ്. നഷ്ടത്തിലായിരുന്നു. അല്ല പറയട്ടെ, നിങ്ങൾ കേക്ക് പറയട്ടെ. കോമളപുരം സ്പിന്നേഴ്സ് UDF ഭരിക്കുമ്പോൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. LDF വന്നപ്പോഴാണ് തുറന്ന് കോമളപുരം സ്പിന്നേഴ്സ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. പിന്നെ ഹോംകോ സമരം ചെയ്ത DYFI ആണ് UDF ഭരിക്കുമ്പോൾ ഒറ്റപ്പണി. പിന്നെ ഹോംകോ ഈ മണ്ഡലത്തിൽ തന്നെയാണ് വ്യാപകരമായി പ്രവർത്തിക്കുന്നത്. ഇവർ പറയുന്ന എക്സൽ ഗ്ലാസ് എന്ന് പറഞ്ഞ സ്വകാര്യ കമ്പനിയാണ്. ഇവരെന്തായി പറയുന്നത്? ഇവർ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്ന പൊതുമേഖല പറയട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യ കമ്പനിയാണെന്നുള്ളതാണ്. അല്ല, ഒറ്റ കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റ് തൊലച്ച് അതിന്റെ ചരമഗീതം പാടിയിട്ടിരിക്കുന്നവരെ ഇവര്. ആലപ്പുഴയിൽ BSNL ഓഫീസുണ്ട്. ആലപ്പുഴ ഇരുമ്പുപാലത്തിനടുത്ത് ആ ഓഫീസ് അടച്ചുപൂട്ടി. ഇപ്പൊ അത് കാനറ ബാങ്കിന്റെ ഓഫീസാണ്. അതുപോലെ ഒന്ന് ഏറ്റവും വലിയ രാജ്യത്തിന്റെ അഭിമാന ടെലികോം കമ്പനിയെ പ്രവർത്തിക്കാൻ മോദി സർക്കാർ റേഞ്ച് പോലും ഇല്ല. അവസാനമായി 3 പേരിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ സജീവമായി മാറ്റുരയ്ക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പൗരത്വം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. നിങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും അത് വന്നിട്ടില്ല. കേരളത്തിൽ വലിയ ചർച്ചയാണ്. മണിപ്പൂർ പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഈ വിധം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് BJP വിരുദ്ധ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയുക? ഏറ്റവും അധികം വിമർശനം കോൺഗ്രസ് നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പൗരത്വത്തിൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചാൽ വളരെ വ്യക്തമാണ്. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മണിപ്പൂരിലെ മണിപ്പൂരിലെ പാവപ്പെട്ട ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ അഭയാർത്ഥികളായിരുന്നപ്പോ രാഹുൽ ഗാന്ധിയോടൊപ്പം മണിപ്പൂരിൽ കടന്നു ചെന്ന നേതാവാണ് പ്രിയപ്പെട്ട KC വേണുഗോപാൽ. എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പറയാനുള്ള ആവശ്യമുണ്ട്. ഏറ്റവും ജനകീയനായ നേതാവ് KC വേണുഗോപാൽ മത്സരിക്കുമ്പോൾ ആലപ്പുഴയുടെ മണ്ണിൽ മതനിരപേക്ഷ കക്ഷിയായ ഐക്യ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വിമലിന്റെ പ്രതീക്ഷ വിമൽ പറയൂ, വേഗം പറയും. നിങ്ങളുടെ ഈ ഗൗരവമായ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം കേരളത്തിൽ മോദി സർക്കാരിനും BJP-ക്കും എതിരാണ് ജനം ഭൂരിപക്ഷം. ആ ഘട്ടത്തിലാണ് നിങ്ങൾ വോട്ട് ചോദിച്ച് ഇവിടെ നിൽക്കുന്നത്.
കോൺഗ്രസ് കേരളത്തിലെ ശ്രീ കെ.സി. വേണുഗോപാൽ അടക്കം വോട്ട് ചോദിക്കുന്നതെന്നറിയാവോ? കാരണം എന്തറിയോ? പ്രതിപക്ഷ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേക ഒരു പ്രതിപക്ഷ ചിഹ്നം സ്ഥാനം കൊടുത്താൽ കിട്ടണമെങ്കിൽ ബി ജെ മിനിമം പിയുടെ 54 കേരളത്തിലെ എംപിമാർ ചിഹ്നം വേണ്ടേ? അപ്രത്യക്ഷമായേനെ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ താമര കിട്ടില്ല. വീണ്ടും ജയിക്കത്തില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വരുമ്പോൾ ഒരു വനിതാ കേന്ദ്രമന്ത്രിയായി ജയിച്ചു വരികയാണ്. വലിയ ഓഫറാണ് ആഗ്രഹിക്കുന്നത്. രാഹുൽ വനിതാ കേന്ദ്രമന്ത്രി വരുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 6 പതിറ്റാണ്ടിന് ശേഷം ഒരു വനിതാ കേന്ദ്രമന്ത്രി ശ്രീമതി ശോഭാ സുരേന്ദ്രനുണ്ട്. എല്ലാ ജില്ലയിലും മോദിയുടെ ഗ്യാരണ്ടിയാണ്. തിരുവനന്തപുരത്ത് ഇന്ന് ആലപ്പുഴ ചന്ദ്രശേഖരൻ മന്ത്രി, തൃശ്ശൂരിലെ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന സുരേഷ് ഗോപി മന്ത്രി, വികസന മുരടിപ്പുകൾക്ക് അല്ല, അത് തീരദേശ ജനതയുടെ ജൂൺ 4 വരെ അത്തരം എല്ലാ മന്ത്രിമാരും എല്ലാ ജില്ലയിലും BJP ഓരോ മന്ത്രിമാരും LDF-നെ സംബന്ധിച്ചു LDF ഞാനിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ചുരുക്കം. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് BJP-യെ മാറ്റി നിർത്താൻ LDF-ന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 20 സീറ്റിൽ 19 സീറ്റും വിജയിച്ചു. കേരളത്തിലെ 20 സീറ്റും LDF ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. കേരളത്തിലും അതുപോലെ തന്നെ രാജ്യത്തും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരായി ഈ കേരളത്തിലെ ജനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടെ കോൺഗ്രസ് BJP-യുമായിട്ട് ചേർന്നുകൊണ്ടുള്ള പണിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ അടക്കം അത് ഈ പാർലമെന്റിനകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ രാജ്യത്ത് നടക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ഈ ആലപ്പുഴയിലെയും അതുപോലെ കേരളത്തിലെയും രാജ്യത്തെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനനുകൂലമായി വോട്ട് ചെയ്യും. അതിന്റെ ഭാഗമായി LDF അധികാരത്തിലും വരും. ആലപ്പുഴയുടെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വിഷയങ്ങൾ, ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ, അതുപോലെ ജനകീയ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, ഇതെല്ലാം അങ്ങേയറ്റം മാറ്റുരയ്ക്കുന്ന ആലപ്പുഴയുടെ രാഷ്ട്രീയ ആവേശമാണ് കണിച്ചുകുളങ്ങരയിൽ നിന്ന് പടക്കളത്തിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. നമസ്കാരം.